ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയിൽ നമുക്ക് ഏറ്റവും പാടുള്ള കാര്യമാണ് ഈ 40 പേരെ പരിചയപ്പെടുന്നത്. അപ്പം ഇത്രയും പേരെ ബിഗ് ബോസ് ആദ്യമേ പരിചയപ്പെടുത്തുന്നില്ല. 20 പേരെയാണ് ബിഗ് ബോസ് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത്. അതിൽ റിയാസിൻ്റെ ടീമിലുള്ള ആദ്യത്തെ ആളെ പരിചയപ്പെടാം. ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എളുപ്പം പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ 7 പേരുണ്ട് കേട്ടോ. ആ 7 പേരിൽ ആദ്യത്തെ ആളുടെ പേര് പറയാം. ഒന്നാമത്തെ ആൾ ഷിബിനയാണ്. ഷിബിന കണ്ണൂരിൽ നിന്ന് വരുവാണ്. കണ്ണൂരുകാരിയാണെന്ന് മാത്രമല്ല ഈ പെൺകുട്ടി ഒരു മോഡലാണ് കേട്ടോ. ഋതിക് റോഷൻ്റെ ഒപ്പം ഒരു അഡ്വർടൈസ്മെൻറ്റിലൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഒന്നാമത്തെ ആൾ അതാണ്. രണ്ടാമത്തെ ആൾ രഷ പാലത്തിങ്കൾ ആണ്. രഷ പാലത്തിങ്കൾ മലപ്പുറത്തുള്ള ഒരാളാണ്. മോഡലാണ്, ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെയാണ് പറയുന്നത്. ഒരു സോഷ്യൽ വർക്കറൊക്കെയാണ്. ഇംഗ്ലണ്ടിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. ഈ പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്. അടുത്തത് അഭിറാമാണ്. അഭിറാം എന്ന് പറയുന്നത് ഒരു ജിം ട്രെയിനറാണ്. അഭിറാം വന്നിരിക്കുന്നത് മലപ്പുറത്തു നിന്നാണ് അഭിറാം വന്നിരിക്കുന്നത്. അഭിറാം അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരുത്തരായിട്ട് വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. ഇത് അഭിറാമാണ് കേട്ടോ. അഭിറാം മലപ്പുറത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു ജിം ട്രെയിനർ കൂടിയാണ്. അടുത്ത റിയാസിൻ്റെ ടീമിലുള്ളൊരു അംഗമാണ് ആസിയ നോറിൻ. ആലുവയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് ആസിയ നോറിൻ. ആസിയ നോറിനും ഒരു ബിസിനസ് വുമണാണ്. ഒരു മോഡൽ കൂടിയാണ് ആസിയ നോറിൻ. ബിസിനസ് വുമൺ മാത്രമല്ല, മോഡലുമാണ്. അപ്പോൾ ആലുവയിൽ നിന്നാണ് ആസിയ നോറിൻ വന്നിരിക്കുന്നത്. ഈ ബിഗ് ബോസിലേക്ക് പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ഒരാളാണ്. ഇനി പറയാൻ പോകുന്നത് പ്രണവിനെ കുറിച്ചാണ്. പ്രണവ് ആറ്റിങ്ങൽ നിന്നാണ് വരുന്നത്. തിരുവനന്തപുരത്താണ് പ്രണവിൻ്റെ വീട്. പ്രണവ് ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. പിന്നെ ഒരു കളരി പഠിപ്പിക്കുന്ന കോച്ചാണ്. അതുമാത്രമല്ല സ്വല്പം മെൻ്റലിസമൊക്കെ അറിയാവുന്ന ഒരാൾ കൂടിയാണെന്നാണ് ഇതിനെ പറയുന്നത്. അപ്പം ഇത് പ്രണവ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ഒരു ആറ്റിങ്ങൽക്കാരനാണ് കേട്ടോ. ആറ്റിങ്ങൽ. അപ്പോൾ ഓർത്ത് വെക്കുക, ഇത് പ്രണവാണ്. ഇനി അടുത്തത് റിയാസിൻ്റെ മെമ്പർ എന്ന് പറയുന്നത് പൂജയാണ്. പൂജ തൃശ്ശൂരുകാരിയാണ്. ആദ്യമേ തന്നെ ബിഗ് ബോസിൽ ഇതിൽ കൂടെ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ്. പൂജ വീട്ടമ്മയാണ്. അപ്പോൾ പൂജ തൃശ്ശൂരുകാരിയാണ്, ഓർത്ത് വെക്കുക. പൂജ നമ്മുടെ റിയാസിൻ്റെ മെമ്പറാണ്. അപ്പം പൂജ തൃശ്ശൂരുകാരിയാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കണം കേട്ടോ. പൂജ തൃശ്ശൂരുകാരി കൂടിയാണ്, വീട്ടമ്മയാണ്. ഇനി അവസാനമായിട്ട് പറയാൻ പോകുന്ന ആളാണ് അനഹ ചന്ദ്രൻ. അനഹ ചന്ദ്രൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അനഹ ചന്ദ്രൻ വരുന്നത് ഒരു RJ ആണ്. മാതൃഭൂമി FM ക്ലബിൻ്റെ ഒരു RJ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. RJ ആണ്, മാതൃഭൂമി FM ക്ലബിൻ്റെ RJ ആണ്. അപ്പോൾ ഇത്രയും പേരാണ് റിയാസിൻ്റെ ടീമിലുള്ളത്. ഇപ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്ന ഈ 7 പേരെയും കംപ്ലീറ്റ് ഈ 7 പേരുടെയും പേര് നിങ്ങൾ ഓർത്തു വെക്കണം. ഇത്രയും പേരാണ് റിയാസിൻ്റെ ടീമിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുതും. അപ്പോൾ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ, ടാറ്റ. അടുത്ത വീഡിയോയിൽ കാണാം.